പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. സാന്റാക്ലോസ് എന്ന പേര് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. എന്നാൽ ആരാണ് സാന്റാക്ലോസ് എന്ന കാര്യം അധികം ആർക്കും അറിയില്ലായിരിക്കും. സാന്റാക്ലോസ് എന്നറിയപ്പെടുന്ന സെയിൻറ്റ് നിക്കോളാസ് എന്ന വിശുദ്ധനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നാം കേൾക്കുക. സെയിൻറ്റ് നിക്കോളാസ് ജീവിച്ചിരുന്നത് 270 AD ടർക്കിയിലെ പട്ടാര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ വളരെ ആഴമായ ദൈവവിശ്വാസത്തിലാണ് വളർത്തിക്കൊണ്ടുവന്നിരുന്നത്. ഏറെ പ്രത്യേകിച്ച് പാവങ്ങളോട് അനുകമ്പയുള്ളവരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ നിക്കോളാസ് തൻ്റെ ചെറുപ്പം മുതലേ തൻ്റെ മാതാപിതാക്കളെ കണ്ടാണ് വളർന്നിരുന്നത്. അവരുടെ മറ്റുള്ളവരുള്ള ഒരു സഹാനുഭൂതിയും ആവശ്യക്കാരെ സഹായിക്കുന്ന ആ ഒരു പ്രകൃതിയുമൊക്കെ കണ്ട് വളർന്ന് അവരോടൊപ്പം മറ്റുള്ളവരെ സഹായിച്ച് അങ്ങനത്തെ ഒരു ജീവിതം നയിച്ചാണ് നിക്കോളാസ് തൻ്റെ ആ ഒരു ചെറുപ്പ കാലഘട്ടം കഴിച്ചുകൂട്ടിയത്. നിക്കോളാസിൻ്റെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ മാതാപിതാക്കളെ അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു. അവർ മരണപ്പെട്ടു. അപ്പോൾ അതിനുശേഷം സ്വാഭാവികമായും ഏതൊരു കുട്ടിക്കും തോന്നാവുന്ന രീതിയിൽ അവർക്ക് പല രീതിയിൽ പോകാനുള്ള സാഹചര്യങ്ങൾ അവരുടെ മുന്നിലുണ്ട്. എന്നാൽ നിക്കോളാസ് തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചവ എന്താണെന്ന് വെച്ചാൽ അത് തുടർന്നുകൊണ്ടാണ് പിന്നെ മുന്നോട്ടുള്ള തൻ്റെ ജീവിതത്തിൽ പോയിരുന്നത്. തുടർന്നും നിക്കോളാസ് തൻ്റെ മാതാപിതാക്കൾ ചെയ്തിരുന്ന പോലെ തന്നെ പാവങ്ങളെ സഹായിക്കാനും ആവശ്യക്കാരുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിച്ചേരാനും എന്ത് ആവശ്യമുണ്ടെങ്കിലും അവരുടെ ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുവാനൊക്കെ ആയിട്ട് നിക്കോളാസ് പ്രത്യേകമായിട്ട് പരിശ്രമിച്ചിരുന്നു. അതുകൂടാതെ തന്നെ ഒരു നാച്ചുറലി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിക്കോളാസിനുണ്ടായിരുന്നു. നിക്കോളാസ് തൻ്റെ യുവത്വത്തിലേക്ക് കടന്നപ്പോൾ തന്നെ തൻ്റെ ആ ഒരു നേതൃത്വ പാഠവും നിക്കോളാസിനുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും മുന്നിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രാപ്തി നിക്കോളാസിനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പിന്നീട് വൈദികനായി തീരുന്നുണ്ട്. നിക്കോളാസിൻ്റെ ആ ഒരു തുടക്കകാലത്തെ കുറിച്ച് നമുക്ക് അധികം ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ലഭ്യമല്ലെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നടന്ന പല സംഭവങ്ങൾ എടുത്തു പറയുമ്പോൾ നിക്കോളാസിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതിൽ ഏറെ പ്രത്യേകിച്ച് പറയുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. നിക്കോളാസ് ഇങ്ങനെ നമ്മൾ കണ്ടു അദ്ദേഹം എല്ലാ പാവങ്ങളെയൊക്കെ സഹായിക്കുന്നതും അതുപോലെ തന്നെ ആവശ്യക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു നേച്ചർ അദ്ദേഹത്തിനുണ്ടായിരുന്നെന്ന് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഇങ്ങനെ ക്രിസ്മസ് കാലങ്ങളിൽ ഈ സോക്സിൻ്റെ അകത്ത് ഗിഫ്റ്റ് ഇടുന്നതും ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കിയിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു സോക്സിൽ ഇങ്ങനെ ഗിഫ്റ്റ് ഇടുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ സോക്സ് തൂക്കിയിടുന്ന ആ ഒരു രീതിയൊക്കെ എങ്ങനെയാണ് അത് തുടങ്ങിയത് എന്നൊക്കെ എല്ലാവർക്കും അറിയില്ലായിരിക്കും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നിക്കോളാസ് ജീവിച്ചിരുന്ന ഒരു 4-ാം നൂറ്റാണ്ടിൽ ഒക്കെ ആണ് ഈ ഒരു രീതി അവിടെ ഉണ്ടായിരുന്നത്. അതായത് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് കുട്ടികളും അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ തണുപ്പ് രാജ്യമാണ്. അപ്പോൾ അവിടെ അവർ സോക്സൊക്കെ ഉണക്കാനായിട്ട് അതിൻ്റെ ഒരു ഫയർ പ്ലേസ് എന്ന് പറയാം. അപ്പോൾ അവിടെ കൊണ്ടുപോയി അവർ സോക്സ് ഉണക്കാനായിട്ട് ഇടുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അപ്പോൾ നിക്കോളാസിൻ്റെ ഒരു ഒരു സ്വഭാവ രീതി എന്ന് പറയുന്നത് ഇതുപോലെ പാവപ്പെട്ടവരുടെ അടുത്തേക്ക് പോകുന്ന അവിടെ ആ കുടുംബത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആരും അറിയാതെ പോയി രഹസ്യമായിട്ട് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു നിക്കോളാസിനുണ്ടായിരുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു കുടുംബത്തിൽ 3 പെൺമക്കളുള്ള ഒരു കുടുംബം, ഒരു പാവപ്പെട്ട കുടുംബമാണ്. അപ്പോൾ അവരുടെ അദ്ദേഹത്തിൻ്റെ പെൺമക്കൾ 3 പേരും വിവാഹപ്രായമായി. പക്ഷേ അവരെ വിവാഹം കഴിപ്പിച്ച് അയക്കാനുള്ള ഒരു പണമൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കുടുംബനാഥൻ വളരെയധികം ഈ ഒരു കാര്യത്തിൽ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിക്കോളാസ് അറിയാനിടയായി. അപ്പോൾ നിക്കോളാസിന് എങ്ങനെയെങ്കിലും ഈ ഒരു കുടുംബത്തെ സഹായിക്കണമെന്ന് നിക്കോളാസിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെ രഹസ്യമായിട്ട് ഇദ്ദേഹം രാത്രി സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ മനുഷ്യൻ്റെ ഭവനത്തിൽ ചെന്ന് നിക്കോളാസ് സ്വർണ്ണ നാണയങ്ങളുള്ള സഞ്ചി ഇങ്ങനെ വീടിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് പോയി. അങ്ങനെ പിറ്റേ ദിവസം
ഈ കുടുംബനാഥൻ എണീറ്റ് നോക്കിയപ്പോൾ കാണുന്നുണ്ട് ഒരു സഞ്ചി സ്വർണ്ണ നാണയങ്ങൾ. എണ്ണി നോക്കിയപ്പോൾ കൃത്യമായിട്ടും തൻ്റെ ആ ഒരു മൂത്ത മകളെ വിവാഹം കഴിച്ച് അയക്കാനുള്ള തുക അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ ആ മൂത്ത മകളെ അദ്ദേഹം വിവാഹം കഴിച്ച് അയക്കുകയാണ്. ഇനി 2 പെൺമക്കൾ കൂടെ ഉണ്ട്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ രണ്ടാമത്തെ മകളുടെയും വിവാഹപ്രായമായ സമയത്തും നിക്കോളാസ് ഇതുപോലെ തന്നെ ചെയ്തു. രാത്രി സമയത്ത് ആ വീട്ടിലാരും കാണാതെ രഹസ്യമായി ചെന്ന് പുറത്തു നിന്ന് ജനാലയിൽ കൂടി സ്വർണ്ണ നാണയങ്ങളുള്ള പണസഞ്ചി അദ്ദേഹത്തിന് ഇട്ട് കൊടുക്കുകയുണ്ടായി. അങ്ങനെ തൻ്റെ രണ്ടാമത്തെ മകളുടെ വിവാഹത്തിനുള്ള പണവും ഇങ്ങനെ നിക്കോളാസ് വഴി അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. പക്ഷേ ഈ സമയത്തൊന്നും ഈ കുടുംബനാഥന് അറിയില്ല ഇതാരാണ് തനിക്ക് ഉള്ള സഹായം എത്തിച്ചു തരുന്നതെന്ന്. അദ്ദേഹത്തിന് വളരെയേറെ സന്തോഷമുണ്ട്, പക്ഷേ ആരാണ് എത്തിച്ചു തരുന്നതെന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഇനി ഇത് സംഭവിക്കുക, എനിക്ക് ആരാണ് എന്നെ ഇങ്ങനെ സഹായിക്കണമെന്ന് എനിക്ക് കണ്ടെത്തണം. അപ്പോൾ അങ്ങനെ ഈ മനുഷ്യൻ ഉറങ്ങാതെ കാത്തിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരിക്കൽ ഇതുപോലെ ആ ഒരു ദിവസം നിക്കോളാസ് കടന്നു വന്നപ്പോൾ ഈ കുടുംബനാഥൻ ഉറങ്ങാതെ കാത്തിരുന്നു. അദ്ദേഹം പുറത്ത് ചെന്ന് നോക്കിയപ്പോൾ ഇത് നിക്കോളാസ് ആണ് എന്ന് കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ വളരെ സന്തോഷത്തോടെ അതിനുശേഷമാണ് ഈ നിക്കോളാസ് ആണ് അവിടെയുള്ള നാട്ടുകാരെ ഇതുപോലെ ഈ കുടുംബത്തിലൊന്നും മാത്രമല്ല പല പാവപ്പെട്ട കുടുംബങ്ങളിലും നിക്കോളാസിന് ഇങ്ങനെ രഹസ്യമായി പോയി സഹായം ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലും ആ നാട്ടിൽ അറിയാനായിട്ട് തുടങ്ങി. അങ്ങനെ വളരെ ജനറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അനുകമ്പയോടുകൂടി വളരെ നല്ല രീതിയിൽ എല്ലാവരെയും സഹായം ചെയ്തിരുന്ന ഒരു സ്വഭാവ രീതിയായിരുന്നു നിക്കോളാസിൻ്റേത്. അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ ആ നാട്ടിലെ ബിഷപ്പാണ്. അപ്പോൾ മെത്രാനായി തീരുമ്പോഴും ഇതിനെക്കുറിച്ചുള്ള ഒരു ഹിസ്റ്ററി ഇങ്ങനെയാണ് പറയുന്നത്. നിക്കോളാസ് ആ സമയത്ത് വളരെ ചെറുപ്പക്കാരനായൊരു മെത്രാനായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെറുപ്പക്കാരനായൊരു മെത്രാൻ എങ്ങനെ ഉണ്ടായി എന്ന് പലപ്പോഴും എല്ലാവരും ചിന്തിക്കാനായിട്ട് ഇടയാകും. പക്ഷേ ആ സമയത്ത് നടന്നൊരു സംഭവം ഇങ്ങനെയാണ്. അതായത് ആ നാട്ടിൽ അന്നുണ്ടായിരുന്ന ഒരു ബിഷപ്പ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഉണ്ടായിരുന്ന സഭാ നേതാക്കളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ആയിട്ട് അവർ ഒരുമിച്ച് കൂടുകയുണ്ടായി. അങ്ങനെ ഈ ചർച്ചയുടെ ഇടയിൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു ദർശനം ലഭിക്കുകയാണ്. അതായത് നാളെ ആരാണ് ദേവാലയത്തിൽ ആദ്യം കടന്നു വരുന്നത് ആ വ്യക്തിയാണ് അടുത്തതായിട്ട് അഭിഷേകം ചെയ്യേണ്ട വ്യക്തി, മെത്രാനായി അഭിഷേകം ചെയ്യേണ്ട വ്യക്തി എന്നും പറഞ്ഞ് ദൈവം ഒരു വെളിപാട് കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ കാത്തിരിക്കുന്നു. അങ്ങനെ നിക്കോളാസിനെ നമുക്കറിയാം, അദ്ദേഹം വളരെ ജീവിതം വളരെ നന്നായി നയിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഇദ്ദേഹം പതിവ് പോലെ രാവിലെ തന്നെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു. അങ്ങനെ ഇവരെല്ലാവരും ഇദ്ദേഹത്തെയാണ് ദൈവം അടുത്ത മെത്രാനായിട്ട് അഭിഷേകം ചെയ്യുവാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് അവർ കണ്ടെത്തി അദ്ദേഹത്തോട് ഈ ഒരു കാര്യം അറിയിക്കുകയാണ്. പക്ഷേ നിക്കോളാസിനെ സംബന്ധിച്ചിടത്തോളം ആരും അറിയപ്പെടാതെയും രഹസ്യമായും മറ്റുള്ളവരെ സഹായിച്ച് തൻ്റെ ജീവിതം നയിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചൊക്കെ തൻ്റെ ജീവിതം നയിക്കുവാനായിട്ടാണ് നിക്കോളാസ് ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷേ നേരെ മറിച്ചാണ് പിന്നീട് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് നിക്കോളാസിനറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചപ്പോൾ നിക്കോളാസ് ഒട്ടും തന്നെ സഹകരിച്ചില്ല. അദ്ദേഹം അവരോട് പറഞ്ഞു, എനിക്ക് സാധിക്കില്ല, ഈ ഒരു ഉത്തരവാദിത്വം എടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു. പക്ഷേ അതിനുശേഷം ഇവർ വീണ്ടും എന്താണ് ദൈവം അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നതെന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും വിധേയത്വത്തോടു കൂടി തന്നെ അനുസരണം എന്നുള്ള ഒരു പുണ്യം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മെത്രാൻ എന്നുള്ള ഒരു പദവിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം അവരിൽ നിന്ന് ആ ഒരു ആവശ്യം അംഗീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നിക്കോളാസ് ഈ ഒരു സ്ഥലത്തെ ഒരു മെത്രാനായി തീരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള സേവനത്തിൽ നിന്ന് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഏറ്റവും ആവശ്യക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അതോടൊപ്പം തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടൊരു കഴിവുമൊക്കെ നിക്കോളാസിനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും ഇദ്ദേഹം കൂടുതൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കൂടുതലും ആത്മീയമായ കാര്യങ്ങളിൽ മാത്രമായിരിക്കും ഇദ്ദേഹം ഇടപെടുന്നതെന്ന്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. നിക്കോളാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല
മറ്റുള്ളവരുടെ ഭൗതികമായ കാര്യങ്ങളിലും ഏറെ പക്വതയോടുകൂടി ഇടപെടാനും അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനൊക്കെ ആയിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ഒരു സംഭവം എങ്ങനെയാണ് പറയുക, അദ്ദേഹം നീതിക്ക് വേണ്ടി നിലകൊണ്ട ഒരു സംഭവം. ഒരിക്കൽ 3 പേരെ അവർ ചെയ്യാത്ത കുറ്റത്തിന് അവരെ അറസ്റ്റ് ചെയ്യുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തുവെന്ന് നിക്കോളാസ് അറിയുകയുണ്ടായി, അവരുടെ ആ നാട്ടിൽ തന്നെ. അങ്ങനെ ഇത് അറിഞ്ഞ ഉടനെ തന്നെ നിക്കോളാസ് ഒന്നും വകവയ്ക്കാതെ തന്നെ, ആര് തന്നെ എന്ത് ചെയ്യും എന്നൊന്നും പേടിക്കാതെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് വാദിക്കുവാനായിട്ട് അദ്ദേഹം അവിടെ ചെല്ലുകയും ഇവരെ കൊലക്കളത്തിൽ അവർ നിൽക്കുകയാണ് ഈ 3 പേരും. ആ സമയത്ത് തന്നെ, ആ സമയത്ത് തന്നെ അദ്ദേഹം അവിടെ എത്തിച്ചേരുകയും ശരിയായ ഒരു ഇൻവെസ്റ്റിഗേഷന്, ശരിയായ രീതിയിൽ ഈ ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു വധശിക്ഷ നടപ്പാക്കിയാൽ മതി എന്ന് അദ്ദേഹം ഉറച്ച് വളരെ ധീരതയോട് കൂടി തന്നെ അവരോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടപെടലിൽ തന്നെ അധികാരികൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാനും ഈ 3 പേരെ പിന്നീട് വിട്ടയക്കാനുമൊക്കെ ഇടയായി. അങ്ങനെ ഇങ്ങനെ പല രീതിയിൽ മറ്റുള്ളവരുടെ ആ ഒരു ആവശ്യങ്ങളിലൊക്കെ ഇറങ്ങി ചെല്ലുവാനായിട്ട് ഒരു മടിയോ ഒരു പേടിയോ ഇല്ലാതെ ചെല്ലുവാനായിട്ടൊക്കെ നിക്കോളാസിന് കഴിയുമായിരുന്നു. പിന്നീട് ഉള്ള കാര്യം, ഒരിക്കൽ നിക്കോളാസിൻ്റെ സഹായം ലഭിച്ച ഒരു സംഭവം ഇങ്ങനെ പറയാം. നിക്കോളാസ് പ്രധാനമായും സമുദ്ര തീരത്ത് കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ജീവിച്ചിരുന്നത് കൊണ്ട് തന്നെ നിക്കോളാസിന് കടലിൽ പോകുന്നവരുടെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ വളരെ നന്നായി അറിയാമായിരുന്നു. അപ്പോൾ ഒരിക്കൽ പെട്ടെന്ന് കുറച്ച് മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ അവർ കടലിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് വലിയ കൊടുങ്കാറ്റുണ്ടായി. അതിൽ ഇവർ പോയിരുന്ന ആ ഒരു കപ്പൽ മറിയുവാനൊക്കെ ആയിട്ട് ആ ഒരു സാഹചര്യം വരെ എത്തി. അവരപ്പോൾ നിക്കോളാസിൻ്റെ പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം വഹിച്ച് അദ്ദേഹത്തിൻ്റെ സഹായം അഭ്യർത്ഥിച്ച ശേഷം പെട്ടെന്ന് തന്നെ ഇതെല്ലാം ശാന്തമാവുകയും സുരക്ഷിതരായി അവർക്ക് അവരുടെ യാത്ര തുടരുവാനായിട്ട് സഹായിക്കുന്നതായിട്ടും പറയുന്നു. നിക്കോളാസിൻ്റെ ജീവിതത്തിലൂടെ അനേകം അത്ഭുതങ്ങൾ പിന്നീട് ആ നാട്ടിൽ നടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക മാത്രമല്ല, പ്രശ്ന പരിഹാരത്തിനുള്ള പ്രത്യേകമായ ഒരു ബോൾഡ്നെസ്, ധൈര്യവും അതുപോലെ തന്നെ ഒരു ജ്ഞാനമൊക്കെ ഈ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിൽ ചില സംഭവങ്ങൾ ഇങ്ങനെയാണ് പറയുക. ഒരിക്കൽ ആ നാട്ടിൽ നല്ല ക്ഷാമം ഉണ്ടായിരുന്ന ഒരു സമയത്ത് 3 കുട്ടികൾ ഇതുപോലെ ഒരു സത്രത്തിലേക്ക് ഓടിക്കയറുകയുണ്ടായി. അവിടെ ഉണ്ടായിരുന്നവർ ആ കുട്ടികളെ കൊലപ്പെടുത്തി അവിടെ ഉണ്ടായിരുന്ന വീപ്പയ്ക്കുള്ളിൽ അടച്ചു വയ്ക്കുകയുണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കുട്ടികൾ മിസ്സിംഗ് ആണെന്ന് അവിടെ ഇതിൻ്റെ അകത്തുനിന്ന് അവരെ കണ്ടെത്തുന്നത്. അപ്പോൾ നിക്കോളാസ് അവിടെ സേവനം അനുഷ്ഠിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം നടക്കുക. അദ്ദേഹത്തെ അത് വളരെയേറെ വേദനിപ്പിച്ചു. അദ്ദേഹം അവിടെ ചെന്ന് കുട്ടികളെ എടുത്ത് അവരുടെ അടുത്ത് പോയിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കുട്ടികൾ അന്ന് മരണപ്പെട്ട ആ കുട്ടികൾ തിരിച്ച് ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ വിവിധ അത്ഭുതങ്ങൾ നിക്കോളാസിലൂടെ, അതായത് മരിച്ചവർ ജീവിക്കുന്നത് ഉൾപ്പെടെയുള്ള ഇത്തരം അത്ഭുതങ്ങൾ അന്ന് ആ നാട്ടിൽ നടക്കുകയുണ്ടായി. പിന്നീട് ഈ 3-4 നൂറ്റാണ്ടുകളിൽ പ്രത്യേകിച്ച് ആ നാട്ടിൽ വളരെയധികം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിനാൽ തന്നെ ക്രിസ്ത്യാനികൾക്ക് അവിടെ നിലനിന്ന് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പീഡിപ്പിക്കുക, അങ്ങനെ വിവിധ രീതിയിലൊക്കെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കൂടിയും നിക്കോളാസ് തൻ്റെ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കുവാനോ അല്ലെങ്കിൽ താൻ ചെയ്തിരുന്ന പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുവാനായോ ഒന്നും അദ്ദേഹം ആഗ്രഹിക്കുകയോ പരിശ്രമിക്കുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ ഈ ഒരു സമയത്ത് തന്നെ, ഈ മതപീഡനം നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നിക്കോളാസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അദ്ദേഹം തടവിലാക്കപ്പെടുകയും അവിടെ വെച്ച് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നിക്കോളാസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. പിന്നീട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വന്ന ശേഷം, മിലാൻ വിളംബരം നടന്ന ശേഷം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അത് നിയമവിരുദ്ധമല്ല, നിയമപരമാക്കി മാറ്റുകയുണ്ടായി. ഈ ഒരു മിലാൻ വിളംബരത്തിന് ശേഷം അദ്ദേഹത്തിന് തടങ്കലിൽ നിന്ന് മോചനം ലഭിക്കുകയും അദ്ദേഹം തൻ്റെ സേവനങ്ങൾ തുടർന്നുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിക്കോളാസിൻ്റെ ജീവിതം അനേകരെ സ്വാധീനിക്കാനായിട്ട്,
അതുപോലെ തന്നെ ആ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി തീരുവാനൊക്കെ ആയിട്ട് ഇടയായി. AD 343 ഡിസംബർ 6-ാം തീയതിയാണ് നിക്കോളാസ് മരണപ്പെടുന്നത്. ഒരു സാധാരണ മരണമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്നും അനേകരെ കാലങ്ങൾക്കിപ്പുറം ഇത്രയും തലമുറകൾക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതം ഇന്നും നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ, നമ്മളെല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ട്. അദ്ദേഹം അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നെങ്കിൽ കൂടി അദ്ദേഹം പകർന്നു കൊടുത്ത ആ ഒരു വിശ്വാസം, അതുപോലെ തന്നെ അദ്ദേഹം ക്രിസ്തുവിൻ്റെ സ്നേഹവുമായി കടന്നു ചെന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്പാഷൻ, മറ്റുള്ളവരോട് ഉള്ള അനുകമ്പ, അതെല്ലാം ഇന്നും നമ്മളെ എല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം 1087 അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇറ്റലിയിലെ ബാരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റുകയുണ്ടായി. അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷം അവിടെ അദ്ദേഹത്തിനെ അടക്കിയിരുന്ന സ്ഥലത്തുനിന്ന് വരെ അത്ഭുതങ്ങൾ നടക്കുന്നതായി ആണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലുകളിൽ നിന്ന് ഒരു പ്രത്യേക ദ്രാവകം വരികയും അതിൽ സ്പർശിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവർക്കൊക്കെ രോഗസൗഖ്യങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ടൊക്കെ നിരവധി സാക്ഷ്യങ്ങളുണ്ട്. അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിച്ചൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും കാലങ്ങൾക്കിപ്പുറവും സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുന്നു. അനേകം തലമുറകളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ആ നാട്ടിലെ ജനങ്ങൾ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ആചാരം ആരംഭിച്ചു. അതായത് കുട്ടികൾക്ക് സമ്മാനങ്ങളെ, പാവങ്ങളെ സഹായിക്കുക, അങ്ങനെ സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു രീതി അവർ ആരംഭിച്ചു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഫീസ്റ്റ് ദിവസം വരുന്ന ഡിസംബർ 5-6 ദിവസങ്ങളിലൊക്കെ അവിടെ ഡച്ചുകാർക്ക് പ്രത്യേകമായൊരു ആഘോഷമായിരുന്നു ഇങ്ങനെ. അപ്പോൾ ആ സമയത്ത് ഒരു പ്രത്യേക ആചാരമാണ് ഇങ്ങനെ ഗിഫ്റ്റുകൾ നൽകുന്നതൊക്കെ. അങ്ങനെ ഈ ഡച്ചുകാർ പിന്നീട് നോർത്ത് അമേരിക്കയിലേക്ക് വന്ന സമയത്ത് അവരുടെ ആചാരങ്ങളും അവർ കൊണ്ടുവന്നു. അപ്പോൾ ആ സമയത്താണ് ഈ സെയിൻറ്റ് നിക്കോളാസ് എന്ന പേര് പിന്നീട് സാന്റാക്ലോസായി ഇംഗ്ലീഷിലേക്ക് സാന്റാക്ലോസ് എന്ന് പരിണമിച്ചതെന്നാണ് പറയുന്നത്. നമ്മൾക്ക് ഇന്നും സുപരിചിതമാണ് ഈ സാന്റാക്ലോസ് എന്ന പേര്. സെയിൻറ്റ് നിക്കോളാസിനെ നമുക്ക് അത്രയും അറിയില്ലായിരിക്കാം. എന്നാൽ ഇനി നമ്മൾ കാണുന്ന ഓരോ ക്രിസ്മസ് ദിനങ്ങളിലെ ഓരോ ലൈറ്റിലും ഇങ്ങനെ അനേകരുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ വെളിച്ചവുമായി കടന്നു ചെന്ന് അനേകം ജീവിതങ്ങളെ സ്വാധീനിച്ച ഒരു നല്ല മനുഷ്യൻ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് നമ്മൾക്ക് ഓർക്കാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു നന്മകൾ നമ്മുടെ ജീവിതത്തിലും സ്വായത്തമാക്കാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായി യാചിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം.